സാർ അടുത്തൊരു ക്വസ്റ്റിനെ, അതായത് നമ്മൾ സ്ത്രീകൾക്ക് മസിൽ മാസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ് എടുക്കേണ്ടതില്ല, അല്ലാതെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്ത് തന്നെ മസിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പല ഫേമസ് ആയിട്ടുള്ള ഇന്റർവ്യൂകളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ത്രീകൾ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം വാസ്തവമാണ്? ശരിക്കും നമുക്ക് സ്റ്റിറോയിഡ് എടുക്കാതെ ഒരു സ്ത്രീക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും? അത് ഈ കോമ്പറ്റീഷനൊക്കെ പോകാവുന്നത് പോലെ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ച് അത് ഡിപ്പെൻസ്, അവരുടെ ജനറ്റിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ സ്പോർട്സ് താരങ്ങളിൽ തന്നെ ചിലപ്പോൾ ഒരു പുരുഷന്റെ മേഖലയെ പോലെ തന്നെ കോമ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ത്രീകൾ ഇന്ന് ഡെവലപ്ഡ് ആണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഇപ്പോൾ വാഡയുടെയും മറ്റേ ഇൻസ്പെക്ടിങ് ഏജൻസീസും അവരുടെ ഹോർമോൺസും പാറ്റേൺസ് ഒക്കെ നോക്കിയിട്ട് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കലി ഒരു ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ഒരു കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ട് അവര് ഇവിടെ പുരുഷനാണ്, പുരുഷന്റെ ശരീരം ഒരുപാട് സ്പോർട്സ് മേഖലയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം മേഖലയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഫിറ്റ്നസ് മേഖലയിൽ കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ സ്റ്റിറോയിഡ്സ് ഒന്നും എടുക്കാതെ തന്നെ ഒരു മെയിൽ ഫിസിക് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായി? പക്ഷെ ഒരു സൈഡില് നമ്മളെ സംബന്ധിച്ച് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തരത്തിലും ഇപ്പോൾ കുട്ടീനെ പോലത്തെ ഒരു പെൺകുട്ടി ഇവിടെ ഒരു ബോഡി ബിൽഡർ ആവണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കയറി വരണമെങ്കിൽ നിങ്ങളുടെ ഇന്റേണലി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജനാണ് അല്ലേ? അവിടെ നിങ്ങൾക്ക് കൂടുതൽ ബോഡി മാസ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അനബോളിക് ആൻഡ്രോജനിക് സ്റ്റീറോയിഡ്സ് ആണ്. AS എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റീറോയിഡ്സ് എടുക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും ഇത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീഗലി കൺസേൺഡ് ആയിട്ടുള്ള വിഷയം. ലീഗലി കൺസേൺഡ് ആയിട്ടുള്ള വിഷയം തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പൊ ഇവർക്ക് ആരാ സ്റ്റീറോയിഡ് എടുത്ത് തരുന്നത്? കോടതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, അവർക്ക് ആരാ സ്റ്റീറോയിഡ് എടുത്ത് തന്നത്? ഇവരുടെ ആശാന്മാർ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് 99% ഇത് ഇല്ലീഗലായിട്ടല്ലേ പോകുന്നത്. അപ്പൊ ഇത് ലീഗലി ഇത് ചെയ്യേണ്ട കേസുകളാണ് ആണല്ലേ? പക്ഷെ ഇവിടെ പല ആളുകൾക്ക് അതിനെ കുറിച്ച് തീരെ അത് ലോകമെമ്പാടും അറിയാവുന്ന ഒരു ഫാക്ട് ആണ്. ഈ സ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്. നിങ്ങൾക്ക് ഒരു ഇവിടെ ലീഗലായിട്ടുള്ള സ്റ്റീറോയിഡ്സ് ഒന്നുമില്ല. ലീഗലായിട്ടുള്ള ലീഗലായിട്ട് സ്റ്റീറോയിഡ്സ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ടെസ്റ്റോസ്റ്റിറോണിന്റെ പല വേർഷൻസും നിങ്ങളെ സംബന്ധിച്ചും മെഡിക്കലി എൻഡോക്രൈനോളജിസ്റ്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന മരുന്നുകൾ തന്നെ നിങ്ങൾ കുത്തിവെച്ചോട്ടെ. പക്ഷെ നിങ്ങളെ കുത്തിവെക്കുന്നത് ആരാണ്? അവിടെ ലീഗലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായ? നിങ്ങൾക്കൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന മരുന്ന് മേടിച്ചു കുത്തിവെക്കാനായിട്ട് എങ്ങനെ അർഹത കിട്ടുക? അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു രാജ്യത്തല്ല ജീവിക്കുന്നത്. എസ്പെഷ്യലി കേരളം കുറച്ചും കൂടെ ലീഗലി വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇല്ലീഗൽ ആസ്പെക്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സബ്ജക്റ്റ് തന്നെയാണത്.